വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മീനസ്മി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചെറിയൊരു സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ, വെയിലെന്ന് പറഞ്ഞാൽ ചുട്ടുകൊള്ളുന്ന വെയിൽ. ആ വെയിലത്തൊന്ന് പുറത്തിറങ്ങി നിന്ന് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാവും നമ്മുടെ ഫേസിലുണ്ടാവും അല്ലേ. ഫേസിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നെ പാടാകെ ഡള്ളായിപ്പോൾ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഡെയിലി ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ, അല്ലാണ്ട് വേറെ വലിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ല, നമ്മുടെ കിച്ചണിൽ സാധാരണ ഉണ്ടാകുന്ന രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് യൂസ് ആകുന്നതിൻ്റെ മുമ്പേ എപ്പോഴും നല്ലപോലെ ഫേസ് ഒന്ന് വാഷ് ചെയ്യലുണ്ട്. അത് ഞാൻ ഉപയോഗിക്കല് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ടല്ല, എൻ്റെ സ്കിന്നിന് അത് നല്ലതാണ്. നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സർ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യാം അല്ലേ. അപ്പം എന്തായാലും ഞാൻ വേഗം പോയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിതാ വേഗം പോയി ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക. ഇനി നമ്മുടെ ആ ഐറ്റത്തിന് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ബെസ്റ്റ് ടാൻ റിമൂവിങ് റെമഡിയാണ് കേട്ടോ. ടാനെല്ലാം റിമൂവ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള സാധനമാണിത്. നമുക്ക് നല്ല പോലെ ഫേസിൽ ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത് നോർമൽ വാട്ടർ തന്നെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഈ മുടി ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടേ അതതിലങ്ങ് ഒട്ടിപ്പിടിച്ചു. പിന്നീട് കഴുകിക്കളയുന്ന നേരത്തൊക്കെ ഇടങ്ങേറുണ്ടാവും. ഇടങ്ങേറൊന്നും പറഞ്ഞാൽ പോരാ, അല്ലാത്ത ഇടങ്ങേറുകളൊക്കെ. ഇത് ഫസ്റ്റ് ടൈമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ, ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർ എന്തായാലും ഒന്ന് കയ്യിലൊന്ന് ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, വല്ല അലർജി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ നമുക്ക്. ചിലവർക്ക് തൈര് പറ്റില്ല, അങ്ങനെ ചിലവർക്ക് മഞ്ഞളൊന്നും അങ്ങനെ പറ്റില്ല. ഇത് നല്ല മഞ്ഞളാണ് കേട്ടോ. നമ്മൾ നാടൻ മഞ്ഞൾ സാധാരണ അരച്ച് ചേർക്കാറാണ് പതിവ്. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഇടാവൂ കേട്ടോ. മുഖത്തല്ലേ ചെയ്യുന്നത്, എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അകല പിന്നീട് നമ്മൾ അതിനെ ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്കിത് നല്ല റിസൾട്ട് തന്നിട്ടുള്ള സാധനമാണ് ഈ തൈരും മഞ്ഞളും. സാധാരണ നമ്മൾ പച്ചമഞ്ഞൾ തന്നെ അരച്ചിടില്ല, കസ്തൂരി മഞ്ഞൾ പറ്റില്ല കേട്ടോ. എനിക്ക് വല്ലാത്ത പൊള്ളലാവും തൊട്ട് കഴിഞ്ഞാൽ, അല്ലാണ്ട് അങ്ങ് ചുട്ടു കൊള്ളാൻ തുടങ്ങും. എന്താ അറിയാല, മുഖത്ത് മാത്രമല്ല തീരെ എവിടെ ഈ സ്കിന്നിൽ എങ്ങനെയും ചെയ്തുകൂടാ. കസ്തൂരി മഞ്ഞളായതുകൊണ്ട് അടുപ്പിക്കലില്ല, പച്ചമഞ്ഞൾ നല്ലതാണ്. ഞാൻ മഞ്ഞൾ അധികം എടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്നേ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഇത് നല്ല പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ഇതെടുത്താലും കുഴപ്പമില്ല. മറ്റേ നാടൻ മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഇതുപോലെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം.
നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അത് അതേപോലെ തന്നെ നമ്മുടെ നെക്കിലും കൂടെ ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിരിക്കുമല്ലേ, ഫേസിന് ഒരു കളറ് അതുപോലെ നമ്മുടെ നെക്കിന് വേറൊരു കളറ്. എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നല്ലത് പറയാൻ ആരും ഉണ്ടാകുകയില്ല, എന്നങ്ങനെ എന്തെങ്കിലും മോശമുള്ളതൊക്കെ പറയാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും. വീഡിയോ എത്ര ക്ലിയർ ഉണ്ടാവുമെന്നോ സൗണ്ടൊക്കെ മനെ കേൾക്കുന്നുണ്ടോ എന്നും വലിയതില്ല. കാരണം ഒന്നാമത് മോള് TV വെച്ചിരുന്ന് കാണുന്നുണ്ട്, അതിൻ്റെ ശബ്ദം ഉണ്ടാവും ചെറുതായിട്ട്, ഇല്ലാണ്ട്. അപ്പം എന്തായാലും നമ്മളവിടെ പറഞ്ഞ് കഴുത്തിലും ഒരേപോലെ ചെയ്ത് കൊടുക്കണമെന്ന്. പിന്നെ ഈ എന്താ പറയുക, ലൈറ്റ് കളർ ഡ്രസ്സും വൈറ്റ് കളർ ഡ്രസ്സും ഒന്നും ഇട്ടാക്കരുതേ. മഞ്ഞളല്ലേ, പെട്ടെന്ന് കറ പിടിക്കും. അപ്പോൾ അത് തന്നെ കണ്ടോ, എന്താ ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ടുണ്ട്. ഇത് പിന്നെ ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇതിൽ പിന്നെ അധികം അങ്ങനെ അറിയൂല, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ലൈറ്റ് കളർ ഡ്രസ്സ് ഒന്നിട്ട് ചെയ്തേക്കരുതേ. അതുപോലെ മഞ്ഞളായിട്ട് റിയാക്ട് ചെയ്യുന്ന കുറച്ച് കളറുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില ഡ്രസ്സിന് ചില കളേഴ്സ് പെട്ടെന്ന് മഞ്ഞളായി കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡേ മാറിപ്പോവും. നല്ല ഡ്രസ്സൊന്നും ഇട്ട് ആരും ചെയ്യണ്ട. ഇത് ഈ പാക്ക് രാത്രി ചെയ്യുന്നത് നല്ലതാട്ടോ. രാത്രി ചെയ്തിട്ട് കിടന്നാൽ പിന്നെ നമ്മൾ ഫേസിൽ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഫേസ് നല്ല ഫ്രഷ് ആയിരിക്കുന്ന ടൈമല്ലേ, ആ സമയത്ത് ചെയ്ത് കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിൽ നിൽക്കുന്ന നല്ല നാച്ചുറൽ ഗ്ലോ ഒക്കെ ഉണ്ടാവും. പകൽ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഈ മഞ്ഞൾ എങ്ങനെ ഇട്ടിട്ടായാലും മഞ്ഞൾ ഇട്ടിട്ട് വെയിൽ കൊള്ളാൻ നിൽക്കരുത്. 8ൻ്റെ പണി, 8ൻ്റെ അല്ല 32ൻ്റെ പണി കിട്ടും. കാരണം അമ്മാതിരി സാധനം അത്. ഈ മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊണ്ടല്ലേ നല്ലോണം കരിവെളുപ്പ് വരും. പിന്നെ അത് മാറ്റാൻ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇതാക്കി നടക്കേണ്ടി വരും. എന്തിനാ വെറുതെ വയ്യാവേലിയും വിളിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് വേറെ പുറത്തൊന്നും പോകാനില്ല, വെയിലൊന്നും കൊള്ളാനുള്ള സാഹചര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ഇടുക പകൽ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇട്ടു. നിങ്ങൾ രാത്രി ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നല്ല നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് ഇത് തേച്ചിട്ട് എന്താ പറയുക, പുറത്ത് വെയിൽ കൊള്ളാൻ പോയി കഴിഞ്ഞാൽ മുഖം തിളങ്ങല്ല ചെയ്യുക, കരിവാളിപ്പ് വന്ന് വല്ലാത്ത പണിയും കിട്ടിപ്പോവും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണേ. കുറച്ചുകൂടെ ബാക്കിയുണ്ട്, എടുത്തത് കുറച്ചൊന്ന് കൂടിപ്പോയി. അത് നമുക്ക് കുളിക്കാൻ നേരത്ത് കാലിലും കയ്യിലൊക്കെ തേച്ച് കൊടുത്തൊന്ന് സെറ്റായ ബാക്കിയെല്ലാം ഇതാക്കി എടുക്കാം. പിന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും മുഖത്തിട്ടിട്ടേ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ഈ പാക്കിട്ടിട്ട് ഇങ്ങനെ വലിയ തോറും മുഖം അവിടെ ഇങ്ങനെ നമ്മുടെ സ്കിന്ന് ചുങ്ങി വരാൻ തുടങ്ങുമല്ലേ. അതുകൊണ്ട് നമുക്കതിന് നിൽക്കണ്ട. ഇപ്പോൾ ഒരുവിധം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൂത്രം കാട്ടിത്തരാവേ, നിൽക്കണേ. ന്യൂമൂസേ, ന്യൂമ, ഉമ്മച്ചിക്കൊരു ഉമ്മ വരുമോ? ഞാൻ നിനക്കൊരു ഉമ്മ വരട്ടെ? ഒരു ഉമ്മ വരട്ടെ? എന്താടി കണ്ടോ, എൻ്റെ മോൾ എനിക്കൊരു ഉമ്മ പോലും തരുന്നില്ല. ഒരു ഉമ്മ നാടി, ഒരു ഉമ്മ നാടി. അതെന്താ തരാത്ത്? അത് സാരില്ല, നിന്റെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. എന്നാ കഴുത്തിൽ കെട്ടിപ്പിടിച്ചാൽ വാ വാ.
നിന്റെ മുഖത്തിട്ട് തരട്ടെ? എൻ്റെ മുഖത്ത് ഇടാനാവട്ടെ കേട്ടാ. ഒരു ഉമ്മ തരട്ടെ? എന്താടി അതെന്ന് പറഞ്ഞ ഞാനത് ആക്കം കൊണ്ട് വെക്കുന്നുണ്ട്. ഒരു ഉമ്മ തരട്ടെ? താ അപ്പം എന്തായാലും ഇതൊരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. നല്ലപോലെ ഒന്ന് ഉണങ്ങട്ടെ. 20 മിനിറ്റ് വെച്ചാൽ മതിയോ? എന്തായാലും അധികം സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഉണങ്ങിയിട്ട് കഴുകിക്കളഞ്ഞ ശേഷം കാണാം. അപ്പോൾ നമ്മളിതാ ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് നല്ല എന്ത് സാധനം മുഖത്തിട്ടാലും വർത്തമാനം പറയരുത് കേട്ടോ അധികം. നമ്മുടെ ഫേസ് ആകെ അങ്ങ് ചുക്കിച്ചോ എന്തോ ഒന്നായിപ്പോൾ. അത് വലിയും തോറും നമ്മുടെ തൊലി ഇങ്ങനെ ചുങ്ങി ആവും. ഞാൻ എന്തായാലും 20-25 മിനിറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലോണം വിരങ്ങി കിട്ടിയായിരുന്നു. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മിക്സ് കളഞ്ഞു കേട്ടോ. കാരണം ഒരു വട്ടം കുളിച്ചതാ. ഇനിയും ഇപ്പോൾ വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് അതാകെ ഉണങ്ങി കട്ട പിടിച്ചതാവും. അപ്പോൾ ഇനി അത് വേണ്ട വിചാരിച്ചു. എടുത്തത് കുറച്ച് കൂടിപ്പോയി, അതാ പറ്റി. അപ്പോൾ അതാ നല്ലോണം ഫേസ് തുടച്ചെടുത്ത് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഉണ്ടോ? ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഫേസ് പാക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന തൈരും മഞ്ഞളും രണ്ട് തന്നെയായാലും ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസും അതുപോലെ ഈ കരിവാളിപ്പ് മാറാനും നമ്മുടെ മുഖത്തിനൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മുടെ മഞ്ഞൾ. അതിൽ എനിക്ക് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉള്ളതെന്ന് പറയാൻ അറിയില്ല. കാരണം ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആകെ ഒറ്റ തവണ യൂസ് ചെയ്യാം. അന്ന് തന്നെ മുഖം ആകെ വല്ലാണ്ട് ചുട്ട് കൊള്ളുന്ന ഒരു ഫീൽ ഉണ്ടായി. അതോടെ ആ കസ്തൂരി മഞ്ഞൾ ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷേ ഈ നാടൻ മഞ്ഞൾ അടിപൊളിയാണ്. നല്ല മാറ്റം വരാറുണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ തൈരാണെങ്കിലും നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് തൈര്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ തൈരും മഞ്ഞളും ഫേസ് പാക്ക് എടുത്തത്. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ മാറി നിറവ്യത്യാസമൊക്കെ മാറി ഒരു നാച്ചുറൽ ഗ്ലോ എപ്പോഴും നിലനിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ തൈരും മഞ്ഞളും വെച്ചിട്ടുള്ള ഇന്ന് നമ്മൾ ചെയ്ത ഈ ഫേസ് പാക്ക്. അതുപോലെ തന്നെ തൈര് നല്ല നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. കയ്യിലൊക്കെ ചെറുതായിട്ട് ഇത് മഞ്ഞ നിറം, വലിയ രീതിയിൽ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് വേറെ ഇതൊന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് മാറുന്നുണ്ട്. അപ്പോൾ തൈരും മഞ്ഞളും ഫേസ് പാക്കിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞു. അതിനിടയിൽ വേറെ ഓരോ കാര്യങ്ങൾ കയറിയുണ്ട്. തൈര് നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പും നിറവ്യത്യാസമൊക്കെ മാറി ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞളും തൈരും യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റം വരുത്തും. എനിക്ക് എപ്പോഴും ഏത് സമയത്തായാലും തൈരും മഞ്ഞളും തേച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ഫേസ് പാക്കാണ് ഈ തൈരും മഞ്ഞളും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് ഫേസ് പാക്കുകളുണ്ട് ഈ തൈരും മഞ്ഞളും ഒക്കെ യൂസ് ചെയ്തിട്ട്. എങ്ങനെ ഇല്ലാതിരിക്കുക അല്ലേ? ഒരുപാട് ഗുണങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല തിളക്കത്തോടെ നല്ല സോഫ്റ്റായി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കുകളൊക്കെ കണ്ടെത്തി നമ്മൾ ചെയ്യാനും ശ്രമിക്കും അല്ലേ? അപ്പോൾ ഈ തൈരും മഞ്ഞളും ഈ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്ത് നിർത്താനും നല്ല സോഫ്റ്റാക്കി നിർത്താനും ഒക്കെ കഴിവുള്ള ഈ തൈരും മഞ്ഞളും യൂസ് ചെയ്തുള്ള മറ്റൊരുപാട് ഫേസ് പാക്കുകൾ ഇനി തുടർന്നുള്ള നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.